കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ വിചാരിക്കുന്നു യൂട്യൂബിലൊരു ലോങ് വീഡിയോ ഇടണമെന്ന്. ഇപ്പോഴാണ് അതിന് ശരിക്കും സാധിച്ചത്. ഇന്നത്തെ വീഡിയോ കടലുണ്ടി ബേർഡ് സാഞ്ചുറിൻ്റെ വിശേഷങ്ങളാണ്. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എവിടെ പോകണമെന്നും നോക്കിയപ്പോൾ ഗൂഗിൾ തന്നെ സജസ്റ്റ് ചെയ്തായിരുന്നു കടലുണ്ടി ബേർഡ് സാഞ്ചുറി. നമ്മൾ ബൈക്കിലായിരുന്നു പോയത്. അത് കഴിഞ്ഞിട്ട് കടലുണ്ടി റെയിൽവേ ഗേറ്റിന് നമ്മൾ എത്തുന്നതിന് മുമ്പ് ജസ്റ്റ് ക്ലോസ് ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അവിടെ നിന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഒരു എൻട്രി ഫീസ് ഐ തിങ്ക് ഒരു 10 രൂപ എന്തോ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിലെ കൂടെ പുഴയിൽ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യണമെങ്കിൽ അവിടുത്തെ ഹൗസ് ബോട്ടുകൾ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ ബോട്ടിലൊക്കെ കയറി ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട്, സേഫ്റ്റി ആണല്ലോ മുഖ്യം. അപ്പോൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായിട്ട് അങ്ങനെ ഇരുന്ന് പിന്നെ പുഴയിലൂടെയുള്ള നല്ലൊരു യാത്രയായിരുന്നു. ഞങ്ങൾ പോയ ദിവസം അവിടെ അത്ര തിരക്കില്ല എന്ന് അവർ തന്നെ പറഞ്ഞു. കാരണം വീക്കെൻഡിലൊക്കെയാണ് അധികം ആൾക്കാർ വരുന്നത്. പിന്നെ ഞങ്ങളെ കണ്ടത് ഞങ്ങളും പിന്നെ വേറൊരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു ഉച്ച കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പോയത് അങ്ങോട്ടേക്ക്. അതുകൊണ്ട് അധികം വെയിലൊന്നും അങ്ങനെ പ്രശ്നമായിരുന്നില്ല. 8 പേർക്ക് 1000 രൂപ അങ്ങനെയാണ് അതിനകത്ത് റേറ്റ് വരുന്നത്. അത് നമ്മൾ കയറി സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഫീ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. കുറച്ച് നേരമാണെങ്കിൽ ഇങ്ങനെ ആ പുഴയിലൂടെയുള്ള ഇങ്ങനെ യാത്ര, ബോട്ടിലൂടെയുള്ള യാത്ര നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അധികം വീഡിയോസിലും കടലുണ്ടി പോയ ആൾക്കാരുടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പോയ സമയം വെയിലി ഇറക്ക സമയമായിരുന്നു. അപ്പോൾ അതിന് ഉള്ളിൽ കൂടെ അധികം പോകാൻ പറ്റിയില്ലായിരുന്നു. കുറച്ച് ജസ്റ്റ് കയറി ഫോട്ടോസും വീഡിയോസും എടുത്തു. ശേഷം ഞങ്ങൾ അടുത്ത പോയത് കടലുണ്ടി പാലാണ്. കടലുണ്ടിയിൽ പാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കടലുണ്ടി പുഴയും കടലും ചേരുന്ന ഒരിടമാണ്. പിന്നെ കടലിൽ ചെന്നിട്ടുണ്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന, ഞാൻ ഒക്കെ ചെയ്യുന്ന സ്ഥിരം കാര്യമാണ് കടലമ്മ കള്ളി എന്ന് പറഞ്ഞ് എഴുതുന്നത്.